ജോൺസേട്ടാ, ആ ആലപ്പുഴ നിയോജക മണ്ഡലം വരുമ്പോ അവിടുത്തെ പൊസിഷൻ എന്താണ്? ആലപ്പുഴ ജില്ലയിൽ നോക്കുമ്പോൾ ഒരു 9 നിയോജകമണ്ഡലമുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷത്തിന് ശക്തമായ സാന്നിധ്യം, വേരോട്ടം അല്ലെങ്കിൽ ശക്തിയുള്ള മണ്ഡലങ്ങളാണ്. നിലവിലൊരു LDFന് ഒരു 6 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴയിൽ. UDF ഒരു സീറ്റും. ഇതാണ് ഏകദേശം നിൽക്കുന്നത്. നമുക്ക് അവിടുത്തെ ഏകദേശം ഒരു വോട്ടിങ്ങിൻ്റെ പാറ്റേൺ പറയാം. അരൂർ മണ്ഡലം LDFന് ഒരു 72,000 വോട്ട്, UDFന് ഒരു 58,000 വോട്ട്, BJPക്ക് 33,000 വോട്ട്. ചേർത്തല LDFന് ഒരു 82,000 വോട്ട്, UDFന് 72,000 വോട്ട്, BJPക്ക് 25,000 വോട്ട്. ആലപ്പുഴ LDFന് 71,000 വോട്ട്, UDFന് 57,000 വോട്ട്, BJPക്ക് 24,000 വോട്ട്. ആലപ്പുഴ നിയോജകമണ്ഡലത്തിൽ LDFന് 58, UDFന് 45, BJP 25. കുട്ടനാട് LDFന് 53, UDFന് 50, BJPക്ക് 33. ഹരിപ്പാട് LDFന് 57, UDFന് 66, BJPക്ക് 26. കായംകുളം LDFന് 69, UDFന് 59, BJPക്ക് 32. മാവേലിക്കര LDFന് 65, UDFന് 49, BJPക്ക് 37. ചെങ്ങന്നൂർ LDFന് 58, UDFന് 47, BJPക്ക് 38. ഒരു പ്രത്യേകത, നമ്മൾ മറ്റുള്ള ജില്ലകളിൽ വിട്ട് ഈ ഈ ആലപ്പുഴയിലെ മണ്ഡലത്തിൽ നിന്നുള്ള ശരിക്കും BJPക്ക് നിലവിലുള്ള ഈ ഏവറേജ് ഒരു 33, 35, 32, 37, 38 റേഞ്ചിൽ നിൽക്കണത്. ഇതിലൊരു 15,000, 20,000 വരെ വോട്ട് വർദ്ധിക്കാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഈ BJPക്ക് വർദ്ധിക്കുന്ന വോട്ടുകൾ LDFന് ആണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് UDFന് ഇപ്പം നിലവിൽ ഒരു സീറ്റിനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷേ BJP കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല മണ്ഡലങ്ങളിലും ഇപ്പം നമ്മൾ അരൂര് 72,000, 58. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14,000 മാറ്റമാണ് ഉള്ളത്. അതുകൊണ്ട് അരൂര് ഒരു പക്ഷേ മറിക്കാൻ പറ്റിയെന്ന് വരാം. അതുപോലെ അമ്പലപ്പുഴ, അവിടെ 58,000 വോട്ട് LDFനുള്ളത്, 45,000 UDFനുള്ളത്. അവിടെ ഈ പറഞ്ഞ പോലെ BJP വോട്ട് വളരെയധികം വർദ്ധിക്കുകയാണെങ്കിൽ ഒരു സാധ്യത വരും. അതുപോലെ കുട്ടനാട് ഒരു 3,000 വോട്ടിൻ്റെ മാറ്റമാണ് LDFും UDFും തമ്മിലുള്ളത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെയും അട്ടിമറി വരാം. കായംകുളത്ത് 10,000 വോട്ടിൻ്റെ മാറ്റാണുള്ളത്. അപ്പോൾ BJP വളരെ ശക്തമായി വോട്ടുകൾ എക്സ്ട്രാ പിടിക്കുകയാണെങ്കിൽ അത് LDFന്ന് പിടിക്കുകയാണെങ്കിൽ UDFന് അനുകൂലമായിട്ട് മാറും. അതല്ല, അത് UDFന്നാണ് പോണതെന്നുണ്ടെങ്കിൽ LDF നിലവിൽ 6 സീറ്റും നിലനിർത്താം. ഇതാണ് ആലപ്പുഴ യഥാർത്ഥ പൊസിഷൻ. ഇനി നമുക്ക് കൊല്ലം കൂടി പറഞ്ഞൊന്ന് അവസാനിപ്പിക്കാം. കൊല്ലത്ത് നമുക്കൊരു 11 സീറ്റാണുള്ളത്. അതിൽ LDFന് ഒരു 5 സീറ്റ് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു 4 സീറ്റ് നമുക്ക് UDFന്, ഒരു 2 സീറ്റ് വളരെ ടൈറ്റ് ആയിട്ടും വരും. നമ്മൾ അവിടുത്തെ വോട്ടിങ്ങിൻ്റെ പൊസിഷൻ പറയുകയാണെങ്കിൽ കരുനാഗപ്പള്ളി LDF 67,000, UDF 70, BJP 35. ചവറ LDF 55, UDF 61. അവിടെ BJPക്ക് വളരെ വോട്ട് കുറവാണ് നിലവിലുള്ള അവസ്ഥയിൽ കാണുന്നത്, 14. കുന്നത്തൂര് LDF 68, UDF 63, BJP 36. കൊട്ടാരകര LDF 69, UDF 52, BJP 36. പത്തനാപുരം LDF 57, UDF 55, BJPക്ക് 25. പുനലൂര് LDF 72, UDF 55, BJP 24. ചടയമംഗലം LDF 66, UDF 57, BJP 25. കുണ്ടറ LDF 68, UDF 63, BJP 33. കൊല്ലം LDF 53, UDF 51, BJP 26. ഇരവിപുരം LDF 60, UDF 48, BJP 32. ചാത്തന്നൂര് LDF 55, UDF 40, BJP 32. ഇവിടെയും നമ്മൾ ഈ കൊല്ലത്തെ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6 മണ്ഡലങ്ങളിൽ BJP
30,000, 40,000, 45,000 വോട്ട് വരെ പിടിക്കാനുള്ള സാധ്യത കാണുന്ന അവസ്ഥയുണ്ട്. അപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ LDFന് വളരെ അനുകൂലമായ സാഹചര്യമാണെങ്കിലും BJP ഈ വോട്ട് ശക്തമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്താ പറയാ, ഒരു 5 സീറ്റ് LDFനും ഒരു 6 സീറ്റ് ഒരു പക്ഷേ UDFന് വരെ വരാം. പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ വോട്ടിന്റെ വർധനവ് LDFന്റെ വോട്ടിൽ നിന്നാണോ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ LDFന് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു 5 ഒരു 6 വരെ സീറ്റ് കൊല്ലത്ത് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് കണ്ടീഷൻ. ഇനി നമുക്ക് നാളെ തിരുവനന്തപുരം, പത്തനംതിട്ടയും പറയാം കേട്ടാ. ഇന്നത്തെ പരിപാടി ഇന്നത്തോടെ അവസാനിച്ചു.